നമസ്കാരം, സുബിലാലാണ്. എല്ലാ ബിസിനസ്സും ഇപ്പോൾ ഓൺലൈനായി വരികയാണ്. എല്ലാവരും പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ശ്രമിക്കുന്നത് ഓൺലൈനിൽ വെബ്സൈറ്റ് വഴിയാണ്, അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് വഴിയാണ്. എന്നാൽ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ ചെയ്ത് ഈ കസ്റ്റമേഴ്സിനെ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരുന്നു, നമ്മളുടെ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അവരത് വാങ്ങാതെ പോകുന്നു. ഈ വാങ്ങാതെ പോകുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ തിരിച്ച് നമുക്ക് ടാർഗറ്റ് ചെയ്യാം, എങ്ങനെ അവർക്ക് വീണ്ടും നമ്മളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാം, ഇതറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വാച്ചാം. ഈ ഒരു പ്രോസസ്സിന്, അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് ഒരിക്കൽ വിസിറ്റ് ചെയ്ത കസ്റ്റമർ അത് പർച്ചേസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ റീടാർഗറ്റ് ചെയ്ത് നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കാണ്. നമുക്കറിയാം, ഇന്ന് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. കൂടാതെ എല്ലാ കസ്റ്റമേഴ്സും മാസ് ഓഡിയൻസ് വന്ന് എൻഗേജ് ആകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ പോകുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. ഈ ഫേസ്ബുക്കാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ റീടാർഗറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മളുടെ വെബ്സൈറ്റിൽ ഫേസ്ബുക്ക് പിക്സൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് ഓഫ് കോഡാണ്. ഇത് റീടാർഗറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വെബ്സൈറ്റും ഫേസ്ബുക്കും തമ്മിൽ ക്യാമ്പയിൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫേസ്ബുക്ക് ആഡ്സ് മാനേജറിന് ഡാറ്റ സോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വെബ്സൈറ്റിനെ ഒരു ഡാറ്റ സോഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഡാറ്റ ഫേസ്ബുക്കിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു ചെറിയ പീസ് ഓഫ് കോഡാണ് ഫേസ്ബുക്ക് പിക്സൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പിക്സൽ ഐ ഡി ഉണ്ടായിരിക്കും. ഓക്കെ, സോ അത് നമ്മളുടെ വെബ്സൈറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റം കൺവേർഷൻ ക്രിയേറ്റ് ചെയ്യണം. കസ്റ്റം കൺവേർഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലെ ഒരു പെർട്ടിക്കുലർ ലിങ്ക് വിസിറ്റ് ചെയ്യുന്ന, ഒരു URL വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമറെ നമുക്ക് വേറെ ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ കാണിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ URL ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് കസ്റ്റം കൺവേർഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമർ രണ്ട് രീതിയിലാണ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രോസസ് കംപ്ലീറ്റ് ആക്കുന്നത്. ഒന്ന്, ആ വ്യക്തി നമ്മുടെ പ്രൊഡക്റ്റ് പേജിലേക്ക് വരുന്നു. രണ്ട്, പർച്ചേസ് ചെയ്തിട്ട് താങ്ക് യു പേജിലേക്ക് പോകുന്നു. അപ്പൊ ഈ രണ്ട് URL ആണ് നമുക്ക് മോണിറ്റർ ചെയ്യുന്നത്. ഒരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് പേജിലേക്ക് വന്നിട്ട് താങ്ക് യു പേജിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി അത് പർച്ചേസ് ചെയ്തില്ല എന്നാണ്. എന്നാൽ അയാൾ താങ്ക് യു പേജ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ പേയ്മെന്റ് നടന്നാൽ മാത്രമാണ് അദ്ദേഹം താങ്ക് യു പേജിലേക്ക് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ലിങ്കുകൾ നമ്മൾ കസ്റ്റം കൺവേർഷനിൽ ആഡ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസ്റ്റം ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റം ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള ടോട്ടൽ ട്രാഫിക്കിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് പേജിൽ വിസിറ്റ് ചെയ്യുകയും എന്നാൽ താങ്ക് യു പേജ് വിസിറ്റ് ചെയ്യാതെയും പോയിട്ടുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ നമ്മൾ കസ്റ്റം ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ആ കസ്റ്റം ഓഡിയൻസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലുള്ള, അതായത് നിങ്ങൾ എന്തായാലും ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നു എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ ഓഫർ തരുന്നു, ഇത് ഈ ഓഫർ ഇന്ന് മാത്രമാണ് ഉണ്ടായിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കാണിച്ചിട്ട് നിങ്ങൾ വീണ്ടും അവരെ റീടാർഗറ്റ് ചെയ്ത് ആ പേജിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് കസ്റ്റം കൺവേർഷൻ, കസ്റ്റം ഓഡിയൻസ് ആൻഡ് ഫേസ്ബുക്ക് പിക്സൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങളൊരു ഇ-കൊമേഴ്സ് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ, നിങ്ങളുടെ എല്ലാ ട്രാഫിക്കിനെയും റീടാർഗറ്റ് ചെയ്യാനായിട്ട് സെയിൽസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതുപോലുള്ള അടിപൊളി ട്യൂട്ടോറിയൽസ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇനിയും വരുന്നുണ്ട്, ഈ ചാനലിൽ ഇനിയും വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. പിന്നെ അഗൈൻ ഡെയിലി സ്കിൽസ് ലേണിംഗ് ക്ലബ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മെമ്പർ ആവുകയാണെങ്കിൽ എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കും, ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഫ്രീ കോഴ്സസ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലുണ്ട്, അതും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് സുബിലാൽ സൈനിങ് ഓഫ്. താങ്ക് യു. വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ ട്യൂട്ടോറിയൽ. താങ്ക് യു.